ഇന്നലെ FDFS കണ്ടത് മധുരയിൽ വെച്ചിട്ടാണ്. മധുരയില് ഫസ്റ്റത്തെ ഷോ ഇന്റർവെല് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എനിക്ക് വാഷ്റൂമിലേക്ക് പോകാൻ പറ്റാതെ അത്രയും ജനങ്ങൾ അവിടെ കൂടി അവരുടെ സംസാരം, അവരുടെ ഫോട്ടോ എടുക്കല്, അവര് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരു പുറമേ ഒരാള് വന്ന് അവരുടെ ഉള്ളിലത്തെ ഒരു മൂവി ചെയ്യുമ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് കണക്ട് ആവണമെന്നില്ല. പക്ഷെ അവർക്ക് അത് നല്ല രീതിയിൽ കണക്റ്റായി. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സ്പീച്ച്, ഒരു കെടാക്കട്ടായി. അതായത് ഒരു വീട്ടിൽ എന്തായാലും ഒരു കടയുണ്ടാവും. അവരത് നമ്മളുടെ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ 4ാമത്തെ കുട്ടിയായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കെടാക്കട്ടായി എന്തൊക്കെ ചെയ്യുമോ കെടാക്ക് വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് അവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. അതിന്റെ ഒരു ഫീല് അവര് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രത്തോളം ടഫായിരുന്നു. ഒരാടിനെ വെക്കാൻ നമുക്ക് ഓൺ ഷോട്ട് മനുഷ്യന്മാർ പോലെ അല്ലല്ലോ ആനിമൽസ്. അതിപ്പോ ചിലപ്പം അവരുടെ ട്രിഗർ ആയാൽ ചിലപ്പോൾ അടുത്തിരിക്കുന്നുണ്ടാവും പോലും നോക്കത്തില്ല. ചിലപ്പോ അവര് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു കിടയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്സ് ലെവലിൽ വരും. അത് 100% സൈഡ് വെട്ടും. സൈഡ് വെട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്സിഡന്റ് ആവാന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടാവും എടുക്കല്ലോ? എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് റിസ്ക് ആണല്ലോ എടുത്തത്? ഫസ്റ്റ് ഞാൻ മധുരയിൽ പോയപ്പം എന്റെ അടുത്ത് ഫസ്റ്റ് വന്ന ഡയലോഗ് എന്നറിയാം, വാങ്ങ നീങ്ക എന്തെങ്ക നീങ്ക വേറെ വാങ്ങ ടീയെ ഗീയെ കുറിച്ച് സാപ്പിട്ട് പോകാനല്ലേ സാറിന് പറഞ്ഞു. ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവാൻ ഞാൻ ആളിനെ കൊണ്ട് ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഡയറക്ടറിന് പറഞ്ഞു ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇത് നടക്കില്ല, ഇത് നടപടിയാവില്ല, ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞില്ല എന്തായാലും ട്രോള് കിട്ടില്ല, ഞാൻ പറയണ പോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്താൽ മതി പറഞ്ഞിട്ട് ആളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് 2 പേര് മധുരയിൽ നിന്നുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഇവർ ഈ പുറത്തുകൂടെ നടന്നു കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, ഇതാണ് ഇതിന്റെ പേരിന്റെ അർത്ഥം, ഇങ്ങനെ നമ്മൾ നീട്ടി സംസാരിക്കണം, ഇവിടെ ഇങ്ങനെ കുറച്ച് സംസാരിക്കണം, ഇത് പറഞ്ഞു തന്നെയായിരുന്നു പരിപാടി. എന്നതിന് ശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡയലോഗ് അടക്കം എല്ലാ കാര്യങ്ങളും മോഡുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് എന്റെ കയ്യിൽ. എനിക്ക് സ്ക്രിപ്റ്റ് നോക്കുക, പുറമേയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് പഠിക്കുക, സ്ക്രിപ്റ്റ് പഠിക്കുക. അതുകൊണ്ട് എനിക്ക് ആ ലാംഗ്വേജിന് കറക്റ്റ് ആയിട്ട് ലിപ്പ് കൊടുക്കാൻ വേണ്ടി പഠിച്ചു പറഞ്ഞതുകൊണ്ട്, ഡബ് ചെയ്തിരിക്കുന്നത് ഞാനല്ല, പക്ഷെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ലിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.